കൊന്നിച്ചീവ. ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു ട്ടോ. ഇന്നലെ മഴ പെയ്തപ്പോ തൊട്ട് തുടങ്ങിയ ഒരു ആഗ്രഹാണ്. പരിപ്പ് കുത്തിക്കാച്ചിയത് കഴിക്കാന്നുള്ളത്. നാട്ടിലായിരുന്നപ്പോ ഒരു വിലയില്ലാത്ത സാധനമായിരുന്നു ട്ടോ ഈ പരിപ്പ് കുത്തിക്കാച്ചിയത്. വിലാന്ന് പറയുമ്പോ പൈസയുടെ വിലയല്ല ഞാൻ ഉദ്ദേശിക്കണത്. വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ. അതെന്തായാലും നമ്മളുണ്ടാക്കുമ്പോ കിട്ടില്ലല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാലത്തന്നെ ഒരു ജ്യൂസും അതുപോലെ തന്നെ 2 ദോശയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് അരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് കുത്തിക്കാച്ചാൻ തുടങ്ങാം. കുക്കറിലാണ് ട്ടോ നമ്മൾ ഉണ്ടാക്കണത്. ജാപ്പനീസ് സ്റ്റൈൽ കുക്കറാണ് നിങ്ങൾ കാണണത്. ഇവിടെ നമുക്ക് വേപ്പില വരെ ഡ്രൈ ആണ് ട്ടോ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ വേപ്പിലയുടെ പച്ച സ്വാദില്ലേ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് വേപ്പിലിട്ട് സവാള ഇട്ട് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ടുണ്ട് ട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പരിപ്പ് അതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ കുക്കറിന്റെ സൗണ്ട് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ട്ടോ. എനിക്ക് കുക്കർ യൂസ് ചെയ്യാൻ കുറച്ച് പേടിയാണ്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാണ് ഞാൻ വെക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് അതിന്റെ അടുത്ത് നിന്ന് നിരീക്ഷിച്ചിട്ടാണ് ട്ടോ ഞാൻ പോവുള്ളൂ. കുക്കർ പൊട്ടിത്തെറിക്കുമെന്നൊക്കെയാണ് ട്ടോ എന്റെ പേടി വരുന്നത്. ഇന്നലെ നമ്മൾ 2 കുഞ്ഞ് ടെറാറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ട്ടോ. ഇത് സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ബൗളൊക്കെ വാങ്ങിച്ചിട്ട് ടെറാറി ഉണ്ടാക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. സൗണ്ട് കേൾപ്പിച്ചു തരാം. ഇങ്ങനെയാണ് ട്ടോ സൗണ്ട് വരുന്നത്. നമ്മുടെ നാട്ടിലത്തെ പോലെ വലിയ സൗണ്ട് ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയല്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടോ. അപ്പൊ ബൈ ബൈ. ടേക്ക് കെയർ. ചമദ.